ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓം നീരാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം. ഇന്ന് ജ്യോതിഷ കാര്യങ്ങളിൽ വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി വിഷു ഫലത്തെ കുറിച്ചാണ് പറയുന്നത്. അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ആരോഗ്യം മെച്ചപ്പെടുകയും അതുപോലെ തന്നെ വിദ്യാവിജയങ്ങൾ വന്നു ചേരുകയും തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കാണ് ഇനിയുള്ള നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന സമയമാണ്. അത് ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെതായ ഒരു പുരോഗതി വന്നു ചേരും. ദോഷങ്ങളൊന്നും ബാധകമല്ല. അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽ സ്ഥാനാധിപന്റെ ഇഷ്ടഭാവസ്ഥിതിയും വ്യാഴത്തിന്റെ അനുഗ്രഹവും ഒക്കെ നല്ലതുപോലെ വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ്. 10-ൽ വ്യാഴം വളരെ മോശമായിരുന്നല്ലോ, ഇനി അത് 11-ാമിടത്തേക്കാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ ഭൂമി വന്നു ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട്. സപ്തമഭാവത്തിൽ വിവാഹ ദാമ്പത്യ ഭാവത്തിലാണല്ലോ ആ ശനി സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് ശനി മാറുമ്പോൾ വിവാഹമൊക്കെ വന്ന് നടക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ, അതായത് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ മനപ്രയാസമൊക്കെ ഉള്ളവർക്ക് മനപ്രയാസമൊക്കെ മാറുന്നതിനും ദൈവാനുഗ്രഹം കിട്ടുകയും ചെയ്യും. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. ഏറ്റവും പ്രധാനം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അതായത് പലവിധത്തിലും ഉള്ള രോഗാദി ദുരിതങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ ജോലിക്ക് പോകാൻ പറ്റാതെ വരിക, വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, മറ്റ് വിദേശത്തായിരിക്കുന്നവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു മോശം ഇടപെടലുകളൊക്കെ ഉണ്ടായി തൊഴിലൊക്കെ നഷ്ടപ്പെടുക. അങ്ങനെ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ ഒരു അകൽച്ച കാണിക്കുന്ന ഒരു 2.5 കൊല്ലം വളരെ ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും കാലമാണല്ലോ കഴിഞ്ഞു പോയത്. അവിടുന്നൊക്കെ നമ്മൾ കരകയറി ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിച്ച് സാധിക്കാതെയൊക്കെ കിടന്നവർക്ക് ശനിയുടെ മാറ്റത്താൽ വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ഈ 2.5 കൊല്ലത്തിനകം ഉത്തമ സന്താന യോഗവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുകയും അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കൾക്ക് അവരവരുടെ മക്കളെ കൊണ്ട് ഒരു നല്ല അനുഭവമൊക്കെ ഉണ്ടാകാം. അതായത് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് മക്കളുടെ സഹായത്താൽ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെടുന്നതിനും ഒക്കെ യോഗമുണ്ട്. സ്വന്തം നിലയ്ക്ക് ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉത്പാദിത മാർഗങ്ങളിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയോ സ്വന്തമായിട്ടൊരു കട നടത്തുകയോ മറ്റ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട്, അതായത് ഗവൺമെന്റ് ജോലിയൊന്നും അല്ല, പ്രൈവറ്റ് ജോലിയൊന്നും അല്ല, സ്വന്തം നിലയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് വളരെയധികം കടങ്ങളൊക്കെ വർദ്ധിക്കുകയും തൊഴിൽ രംഗം മോശമാകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമാണ് കടന്നുപോയത്. ഇനി അങ്ങനെയുള്ള പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും ഏതെങ്കിലും നഷ്ടങ്ങൾ മൂലം ബിസിനസ് നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി പുനർവിചിന്തനം ചെയ്ത് പുനരാരംഭിച്ച് പ്രവർത്തനം ഉഷാറാക്കി ബിസിനസ്സുകളും വ്യാപാരങ്ങളും ഒക്കെ വർദ്ധിക്കുകയും ധന ആഗമന യോഗം വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പോകുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മാനാപമാനങ്ങളിലോ കേസുകളിലോ നിയമപരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഒരു അഭിമാനം വർദ്ധിക്കുന്നതിനും കേസുകളൊക്കെ വിട്ടുപോകുന്നതിനും അവരവരുടെ നിരപരാധിത്വം തെളിയുന്നതിനും സഹപ്രവർത്തകരുടെ സഹകരണമൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ യോഗവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു 2.5 കൊല്ലമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അത് കൃഷി രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് മൃഗസംരക്ഷണമായാലും അവരവരുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത അനുസരിച്ച് IT മേഖലകളിലോ മെഡിക്കൽ രംഗങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്കായാലും ഒരു അഭിവൃദ്ധി വന്നു ചേരും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്കായാലും ചെറിയ ചെറിയ തുകയായ വരുമാനമുള്ളൂ എങ്കിലും അവർക്കും ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച രീതിയിലേക്ക് കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കുന്നതിനും ഒരു മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ചെറുകിട കാര്യങ്ങളൊക്കെ
കുറഞ്ഞ തുച്ഛമായ വരുമാനത്തിലൊക്കെ ചെയ്യുന്നവർ ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കണം. വിവാഹ കാര്യം തടസ്സങ്ങൾ നോക്കുന്നതിനായാലും, തൊഴിൽ തടസ്സം നോക്കുന്നതിനായാലും, കടങ്ങൾ വീടുന്ന കാര്യത്തെക്കുറിച്ച് അറിയുന്നതിനായാലും, അതല്ല ഇനി ഒരു വിവാഹ പൊരുത്തം, ഒരു കല്യാണം നടത്തുന്നതിന്, ഒരു വിവാഹ പൊരുത്തം നോക്കുന്നതിനായാലും ഒക്കെ നേരിട്ട് വരികയോ ഓൺലൈനായിട്ട് നോക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.